ലാൽ സലാം മോഹൻലാലിൻ്റെ വൃഷഭ റിലീസ് ചെയ്ത് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ സിനിമയുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ്. സിനിമയ്ക്ക് അത്ര കണ്ട് ബോക്സ് ഓഫീസിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. ബിലോ ആവറേജ് എന്നുള്ള ലെവലിലാണ് സിനിമയുടെ ഏറിയ പങ്കും അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഈ ഒരു ചിത്രം ഏറെയും പ്രേക്ഷകർ കരുതിയിരുന്നത് ഈ ലെവലിലുള്ള അഭിപ്രായം തന്നെയാണ്. പ്രത്യേകിച്ച് തെലുങ്ക് സിനിമയാകുമ്പോൾ ഇതിൻ്റെ ട്രെയിലറിന് ശേഷം ആളുകൾക്ക് തോന്നിയ ഫീലും അതുതന്നെയാണ്. ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം കൂടുതൽ പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും നടത്താതിരുന്നതും. മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ പാർട്ട് ഗംഭീരമായി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിപ്പോൾ സിനിമ കാണണമെന്ന് തന്നെയില്ല, മോഹൻലാലാണോ അത് നന്നായി ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇതിൽ അദ്ദേഹത്തിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ആരും തന്നെ അനുസരിച്ചുള്ള രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളുടെയും പ്രതികരണങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇത് മലയാളികളുടെ പ്രതികരണമാണ് പറഞ്ഞത്, തെലുങ്കന്മാരുടെ അല്ല. എന്തായാലും ഈ ഒരു സിനിമ ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് തന്നെ എത്തുമ്പോൾ ഇത് ഏറെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇതിനകത്തെ ഏറ്റവും നെഗറ്റീവ് കാര്യങ്ങൾ ഒരുപാട് തന്നെയാണ്. പോസിറ്റീവ് മോഹൻലാൽ എന്ന ആ ഒരു ഫാക്റ്റ് മാത്രമാണ്. ബാക്കിയെല്ലാം തന്നെ ശോകമെന്നാണ് ഫസ്റ്റ് ഹാഫ് പറയുന്നത്. പ്രത്യേകിച്ച് ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ ലാഗടിപ്പിച്ചിട്ടുള്ള ഫസ്റ്റ് ഹാഫും അതിൽ തന്നെ കണക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളുമൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും എടുത്ത് പറയുന്നത് മോഹൻലാലിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന ആക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ ഒരു സിനിമയുടെ BGMോ കാര്യങ്ങളും ഒന്നും തന്നെ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുമില്ല എന്നുള്ളതും. സ്ക്രിപ്റ്റ് ആണ് ഏറ്റവും ശോകം എന്നുള്ളതാണ് നെഗറ്റിവിറ്റി ആദ്യമായി അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി ആളുകൾ പറയുകയും ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്ക്രിപ്റ്റ് ഇല്ല എന്ന് പറയുന്ന പ്രേക്ഷകരെ തന്നെ നമുക്ക് ഏറെയും കാണാനും കഴിയുന്നു എന്നുള്ളതും. ഇവിടെ ഈ ഒരു സിനിമ നമ്മൾ പ്രതീക്ഷിച്ച ലെവലിൽ ഒരു ആവറേജ് ലെവലിൽ എത്തുമെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെയും താഴെയാണ് സിനിമ എത്തിയിരിക്കുന്നത്. ലാലേട്ടന് ഈ ഒരു വർഷം ഈ ഒരു സിനിമയുടെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ്. എന്തായാലും ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രതീക്ഷ നൽകുന്നു ആക്ഷൻ രംഗങ്ങൾക്കൊക്കെ. അത് കൊളുത്തിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് മികച്ചതാകുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്നിരുന്നാലും ഇതിനകത്തിലെ മറ്റൊരു ഭീകര നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ സെറ്റ് വർക്കാണ്. അത് കൃത്യമായിട്ടും അത് ആളുകൾക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. അതൊരു സെറ്റ് ഇട്ടേക്കുന്ന ഫീല് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. ടോട്ടലി ഈ ഒരു സിനിമയ്ക്ക് പക്ക നെഗറ്റീവ് ഫീല് തന്നെയാണ് ആദ്യ പകുതി നൽകിയിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ലെങ്കിൽ പോലും ഒരു പ്രതീക്ഷയോടെ ഏറെയും കാത്തിരിക്കുകയാണ്.